ഈ തിരുവനന്തപുരത്ത് കൊട്ടുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരോ പാലക്കാടാണ് നിങ്ങൾ ഈ കൊട്ടുന്നതെങ്കിൽ ഈ കണ്ടു നിൽക്കുന്നവരുടെയൊക്കെ കൈ എവിടെയായിരിക്കും അറിയോ? ഇങ്ങനെയായിരിക്കും. പക്ഷെ തിരുവനന്തപുരത്ത് കൊട്ടിയുള്ള ഒരു പ്രത്യേകത എല്ലാവരും ഇങ്ങനെ വളരെ ഗൗരവത്തോടെ. കുട്ടികൾ ഒരു തവണ കൂടെ ഒന്ന് കൊട്ടട്ടെ, നിങ്ങളൊന്ന് ആസ്വദിച്ച് ചുറ്റും നിൽക്കുന്നവരിങ്ങനെ കണ്ട് വെറുതെ നിന്ന് അവർക്കൊരു സന്തോഷമില്ല. ഒരു സ്പീഡ് കുറച്ച് വേഗത്തിലുള്ള അടിക്കുക. ആളുകളെല്ലാം ഒന്ന് കൈ ഉയർത്തണം പ്ലീസ്. ഇതല്ലേ രസം, കലോത്സവത്തിന്റെ രസം എന്ന് പറഞ്ഞാൽ ബാക്കി കാണികളും കൂടി അതിന്റെ ഭാഗമാകുമ്പോഴാണ്. ഓക്കെ, റെഡി അല്ലേ? ഇവരോട് റെഡി അല്ലേ ചോദിക്കണം, അവര് റെഡിയാ. ഇങ്ങനെയാണ് കൊട്ട ആസ്വദിക്കേണ്ടത്. നമ്മളിങ്ങനെ യന്ത്രമനുഷ്യരെ പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൊട്ട ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ തിരുവനന്തപുരത്തു നിന്ന് വരുന്നവരാണ്, കിളിമാനൂരിന്റെ സ്വന്തം കുട്ടികളാണ്. എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്, ഇങ്ങനെ ആക്കൽ കുറച്ച് ടാസ്ക് ആണ്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, കുറച്ചു നേരം. അല്ല, അതെന്താ പറയാ, താളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ തന്നെ വരും. നമ്മുടെ ഒരു പ്രശ്നമാണ്, എല്ലാവർക്കും ചൂട് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, ഒന്ന് കൈ അടിക്കണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ നമ്മൾ കൈ അടിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും തോന്നുമോ, നമ്മുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് കുറഞ്ഞു പോകുന്നൊക്കെ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും. നമ്മളൊരു പിള്ളേരുടെ പാട്ട് കാണുമ്പോഴാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഒന്ന് കൈയടിക്കുക, അവരുടെ ഒപ്പം ഒന്ന് രണ്ട് ചൂടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്, നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. വലിയ കനക്കായിട്ട് വന്ന് അതങ്ങ് കുറയും. ഞാൻ കുറച്ചുപേരെ വിളിച്ചാലോ ചൂട് വയ്ക്കാൻ? ശരി, നമ്മുടെ ഹരിതകർമ്മസേനന്റെ ചേച്ചിമാർ ഇവിടെ ഉണ്ട്, വരുമല്ലേ? ഇവര് കൊട്ടിത്തരും, നമുക്ക് രണ്ട് ചൂട് വെച്ചാലോ? ഇതിവിടെ വെക്കാം, ഇവിടെ വെച്ചോ, നമുക്ക് ഒന്നെടുക്കാം. കൊട്ടട്ടെ, കണ്ട ഇതാണ് ആറ്റിറ്റ്യൂഡ്. മക്കളെ, നിങ്ങൾ ഒന്ന് ഈ ചേച്ചിമാർക്ക് വേണ്ടി ഒന്ന് കൊട്ടിക്കേ, നിങ്ങളുടെ കൊട്ടിന് ശരിയായ ആവേശം അവരുടെ കാണാം. ഓക്കെ, ശരി, അവര് കൊട്ടുക, ചൂട് വെക്കുക അല്ലേ? ഓക്കെ, റെഡി. പിന്നല്ലേ കൈയടിക്കോ? എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, കാലും കൊണ്ടുള്ള ചൂടാണെങ്കിൽ കൈ കൊണ്ടുള്ളതാണെങ്കിൽ എന്തായാലും ആയിക്കോട്ടെ. ഓക്കെ, റെഡി. കണ്ടോ, ഇങ്ങനെയാണ് ആളുകൾ വരും. ഇതിനൊപ്പം ഞാൻ വേറൊരാളെയും കൂടെ കൂട്ടാൻ പോവാ. ആരാണ്? ഗസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹിനിയാട്ടി, ഇങ്ങോട്ട് വരാമോ? അപ്പൊ മോഹിനിയാട്ടത്തിന് രണ്ട് സ്റ്റെപ്പും കൂടെ താളത്തിനൊക്കെ എന്താണോ വെക്കാൻ പറ്റുന്ന ചുവട് അത് വെച്ചോളൂ. രണ്ട് സ്റ്റെപ്പ് ഇട്ടാ. ഓക്കെ, റെഡി. ഞാൻ ചേച്ചിമാർക്കൊപ്പാണേ, ഞങ്ങളൊരു ടീം. തിരുവനന്തപുരത്തിന്റെ കരുത്ത് നിങ്ങൾ ഇവരെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ശരി, റെഡി, തുടങ്ങിക്കോ. ഹരിതകർമ്മസേനന്റെ ആകെ കരുത്ത് ഇവര് കാണിക്കും അല്ലേ? ദൂരെ പോലെ അടുത്തു പോയോ? Ready?
സന്തോഷം കണ്ടോ. ഇപ്പൊ മോഹിനിയാട്ടം ഒന്നിച്ചു, മേളം നമ്മുടെ ചേച്ചി തിരുവനന്തപുരത്തിന്റെ സ്വന്തം ചേച്ചി. നമ്മുടെ നാടിങ്ങനെ പോവില്ല. അതെ അതെ. പേരും ചേച്ചി? ശ്രീജ, ശാന്തി. മാറി നിന്ന് എങ്കിലും കൂടെ നിന്നവരെ പേരെന്താ? വിജില, ശ്രീകല. അങ്ങനെ ഇവര് ആണ്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ദിവസം ഒരു വൈബായി അല്ലേ? ഇതാണ് കല, എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതാണ്. ചിലപ്പോ നമുക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും അറിയണ്ടാവില്ല. പക്ഷേ പിന്നെ അവരെ തമ്പാനൂർ പാടാണ് കേട്ടോ. അതെയോ? തമ്പാനൂരിന്റെ മക്കളാണ് ഇവിടത്തെ, ഈ മണ്ണിന്റെ മക്കളാണ്. ശരി, എല്ലാവർക്കും വിജയാശംസകൾ. യെസ്, എല്ലാവർക്കും കണ്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മോളേതാ സ്ഥലം, ഏതാ സ്കൂള്? കണ്ണൂർ സെന്റ് മൈക്കിൾ. കണ്ണൂരിൽ നിന്നാണ് അല്ലേ? ഞാൻ ഇപ്പൊ മോഹിനിയാട്ടം കഴിഞ്ഞിട്ടുള്ളൂ. ഭരതനാട്യവും പഞ്ചവാദ്യവും. ടെൻഷൻ അടിച്ചേക്കാണോ? ഇല്ല, ഭരതനാട്യം എ ഗ്രേഡ് ഉണ്ട്. അതെ, മതി. നമ്മൾ നന്നായി മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ഓർമ്മയുണ്ട്. നമ്മൾ പങ്കെടുക്കുക, മനോഹരമാക്കുക, നമ്മുടെ മനസ്സറിഞ്ഞ് അച്ഛനമ്മമാരുടെയൊക്കെ മനസ്സറിഞ്ഞ് പോവുക. അച്ഛനമ്മമാരാണ് ചിലപ്പോൾ ടെൻഷൻ കൂട്ടുക, അയ്യോ കിട്ടിയില്ലോ എന്ന്. സാരില്ല, പോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ശ്രീദേവി. അപ്പോ നമ്മൾ കല്യാശ്ശേരി. കണ്ണൂർ കല്യാശ്ശേരി. അപ്പൊ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുള്ള കുട്ടികളെയാണ് കണ്ടത്. ഈ കലോത്സവത്തിന്റെ മനോഹരമായ കാഴ്ച ആസ്വദിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി പറയണം. അതെ, നമുക്ക് വേണ്ടി അവർ വീട്ടിൽ കൊട്ടി. അപ്പൊ അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു.